അമ്മോളെ നീ ഇത്ര പെട്ടെന്ന് പോകാറിങ്ങിയ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല ഓർഡർ ഉള്ള ദിവസമാണ്. ഞാൻ വേഗം ഇറങ്ങട്ടെ. ഒരു ലോട്ടറി അടിച്ചെങ്കിൽ അല്ലേ? ആഗ്രഹമില്ലാത്തോണ്ടൊന്നുമില്ല. പിന്നെ ചെറിയ ലോട്ടറി ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. അടിക്കണം, നല്ല ബമ്പർ തന്നെ അടിക്കണം. എല്ലാവരും രക്ഷപ്പെടും. ബമ്പറാ? ബമ്പറൊന്നും 25 കോടിയല്ലേ? അടിക്കട്ടെ അങ്ങോട്ട്. പക്ഷെ ഭാഗ്യമില്ലാത്തവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊന്നുമല്ലേ 25 കോടിയൊക്കെ അടിച്ചാ ഈ ലോകം മൊത്തം ഞാൻ ഒരു ചുറ്റും. ഓ, ഞാൻ വിചാരിച്ചത് എവിടെ കറങ്ങി പോണം. ലോകം മൊത്തം ചുറ്റാൻ വെറുതെ അവിടെ നിന്ന് കറങ്ങിയിട്ടാണല്ലോ. പാസ്പോർട്ട് വേണം. പറയുമ്പോൾ അങ്ങനെ ഒരു സാധനമാണോ? അണ്ടാ ആ എന്താണ് ഇവിടെ ഒരു പാസ്പോർട്ട് ഡിസ്കഷൻ ഒക്കെ? എങ്ങോട്ടാണ് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട്? അല്ലെങ്കിൽ ഇവിടെ ആർക്കാ പാസ്പോർട്ട് ഉള്ളത്? പറയുമ്പോൾ ചാരുമോക്ക് പാസ്പോർട്ട് ഉണ്ടാ എന്നിട്ടാണ് എന്നെ കളിയാക്കണേ അല്ലേ? കൊള്ളാല്ല. അല്ല, എനിക്കിപ്പോ പാസ്പോർട്ട് പെട്ടെന്ന് കിട്ടിട്ട് എവിടെ പോകാനൊന്നും ഇല്ലല്ലോ. ഒരു കാര്യമില്ല. അല്ല, പാസ്പോർട്ട് ഇപ്പൊ എളുപ്പത്തിൽ കിട്ടും. പണ്ടത്തെ പോലെ പ്രയാസമൊന്നും ഇല്ലല്ലോ. എനിക്കും ഒരു പാസ്പോർട്ട് എടുക്കണം ചരു. അതെ, ഒരു മനുഷ്യന് ഒരു പാസ്പോർട്ടേ കിട്ടത്തുള്ളൂ. ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ടീന തമാശ. ഓ, സ്റ്റെഫി തമാശയൊക്കെ അടിപൊളിയാണല്ലോ. അയ്യോ, ഇനി ഈ കാര്യത്തിൽ രണ്ടുപേരും കൂടി കോമ്പറ്റീഷൻ കാണിക്കരുത്. രണ്ടുപേരും തമാശ നല്ല അളിഞ്ഞ തമാശകളാണല്ലേ മാവ. ചാരു, എനിക്ക് ഒരു ലാപ്ടോപ്പ് എടുക്കണം. എന്നിട്ട് തലേ വെച്ചിട്ട് ചുമന്നടിയിലെ കൂടെ ഒക്കെ ഓടി നടക്കണം. അതെന്തോന്ന് ടീന മോളെ അങ്ങനെ ഒരു പറച്ചില്? അല്ല, ലാപ്ടോപ്പ് എടുക്കണമെന്ന് 5 വയസ്സ് ഇല്ലായിരിക്കുമ്പോഴാ. പൈസ കാര്യം വിട്. ലാപ്ടോപ്പ് എടുത്തിട്ട് നിനക്കെന്ത് ഗുണം? നിനക്കെന്ത് ഗുണം? ഗുണമുണ്ട്. വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിരിക്കണവർക്ക് ലാപ്ടോപ്പ് ആകാം. ഇരിക്കാം, ബ്രൗസ് ചെയ്യാം, സിനിമ കാണാം. ഓക്കെ അതൊന്നുമല്ല, എനിക്ക് ഓൺലൈൻ ജോബ് ചെയ്യാൻ വേണ്ടിട്ടാ. ഓ, അപ്പോഴും മേലനങ്ങി പണിയെടുക്കണം. ഒരു കാര്യം ചേച്ചി ചിന്തിക്കത്തില്ല. സീ ചാരു, when we have നല്ല തല, why we പണിയെടുക്കലിങ്? അങ്ങനെ പറയണ്ടായിരുന്നു കേട്ടാ. ചാരുമോളടുത്ത് അങ്ങനെ പറയണ്ടായിരുന്നു. എങ്ങനെ? ചാരുമോക്ക് തലയില്ലാത്തോണ്ടല്ലേ ജോലിക്ക് പോണെന്നില്ലേ അതിന്റെ അർത്ഥം? ഞാൻ ഇപ്പഴ അങ്ങനെ പറഞ്ഞത് വെറുതെ. നിക്ക്. അപ്പൊ അമ്മാവൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചല്ലേ? എനിക്ക് തലയില്ലാത്തോണ്ട് അല്ലേ? എന്റെ അമ്മാവ ഈ നിൽക്കുന്ന സാധനത്തിനെ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കാനുള്ള ബുദ്ധി പോലും ദൈവം കൊടുത്തിട്ടില്ല. അല്ലേ ചാരു, എന്നാ പിന്നെ ഞങ്ങൾ തന്നെ അടി പറഞ്ഞത്. ഓഹോ, അങ്ങനെയാണ് നീ പറഞ്ഞത്? അതെ, അമ്മാവനാണ് അങ്ങനത്തെ ഒരു ത്രെഡ് അവൾക്ക് ഇട്ടുകൊടുത്തത്. ഞാൻ എന്റെ തല വെച്ച് 10 കാശ് ഉണ്ടാക്കി നിന്നൊക്കെ കാണിച്ചു തരും. കാണിച്ചു കൊടുക്കണം പിന്നെ അല്ലാതെ. സമ്മതിച്ചു. ഈ വർഷത്തെ അവസാനത്തെ കോമഡിക്കുള്ള അവാർഡ് ഉണ്ടല്ലോ, അത് നിനക്ക് തന്നെയാണ്. അതെന്തൊരു പരിപാടി ചോദ്യം മോളെ? എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. വിട്. നിനക്കൊരു ലാപ്ടോപ്പ് ആണ്. അത്രയല്ലേ ഉള്ളൂ. ക്രിസ്മസ് പാപ്പ ഉണ്ട്. ഇപ്പൊ രണ്ടും ഒരേ ലെവലായി, വേവ് ലെങ്ത് ആയി, സെറ്റായി. അതെ, ഞാൻ ചുമ്മാ പറഞ്ഞൊന്നുമല്ല. ആക്ച്വലി ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നറുക്കിട്ടെടുക്കും. ആ നറുക്കിടുന്ന സമയത്ത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചോദിക്കാനുള്ള. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് വീട്ടിലേക്ക് തരും. ഫ്രീ ആയിട്ട് കിട്ടും ലാപ്ടോപ്പ്. അതല്ലേ പറ വീട്ടിലെത്തിച്ചേരുന്നത്. ശരിക്കും വേഗം ആപ്ലിക്കേഷൻ പറഞ്ഞാ ചാരു, എനിക്ക് വേഗം തന്നെ പോയി അപ്ലൈ ചെയ്യാം. എന്താണ് ഒരു പൊരിഞ്ഞ ചർച്ച? അടുക്കളെങ്ങാനും കരിഞ്ഞോടി. അയ്യോ ടീനെ, നിന്റെ പൊസിഷൻ പോയിടി. ആ അവാർഡ് ഇവള് കൊണ്ടുപോയിടി. ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ചീഞ്ഞമിഞ്ഞ കോമഡി. സാറില്ല, വിട്ടേക്ക്. സിറ്റുവേഷനിൽ അടിച്ചല്ലേ, നാച്ചുറൽ ആയിട്ട് വന്നല്ലേ. അല്ലെങ്കിലും വിശന്നിരിക്കാം ഇതുപോലെ ചളിഞ്ഞ കോമഡി അടിക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. അതെ, ഇതൊക്കെ ഒരു വിഷമില്ലേലും ചലിച്ച കോമഡിയാ. അല്ല, ഇവിടെ എന്തായിരുന്നു ഡിസ്കഷൻ? ഞങ്ങള് ഇവിടെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ എങ്ങനെ പരിപാടി പ്ലാൻ ചെയ്യണം, ഡെക്കറേഷൻ ചെയ്യണമെന്നൊക്കെ പ്ലാൻ ചെയ്യായിരുന്നു. ഞാൻ കേട്ടായിരുന്നു എന്തോ ഒരു വെബ്സൈറ്റ് ഭാഗ്യം എന്നൊക്കെയല്ലേ. ഏതാ വെബ്സൈറ്റ്? ആർക്കാ ഭാഗ്യം എന്നൊക്കെ അറിയാലോ. ഏത് വെബ്സൈറ്റാ? ഇത്ര സെൽഫിഷ് ആവല്ലേടി. ഞങ്ങൾക്ക് ആ ഗിഫ്റ്റ് എന്തെങ്കിലും കിട്ടിയാലൊന്ന് വിചാരിച്ചിട്ടല്ലേ നീ പറയാത്തത്? ഞങ്ങൾക്ക് മനസ്സിലായത്. ഞാനൊന്നും ചിന്തിച്ചില്ലല്ലേ ചാരു. പിന്നല്ലാണ്ട്. ഇപ്പൊ എന്താ, നിങ്ങക്ക് വെബ്സൈറ്റ് അറിയണം അല്ലേ? ഫോൺ ആരല്ലോ ഉള്ള? ഞാൻ എടുത്തിട്ടൊന്നുമില്ല. എട് നീ നെറ്റ് ഓൺ ചെയ്. അടി www. ഇപ്പൊ കിട്ടും, നോക്കിയിരുന്നു. അല്ല, ഞാൻ എന്തിനാ നിങ്ങളെ വിളിപ്പിച്ചതെന്ന് മനസ്സിലായോ? ഇല്ല മാഡം. എന്താ കാര്യം? അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ എത്രത്തോളം കാര്യം ഉണ്ടെന്നും എനിക്കറിയില്ല. അല്ല വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല മാഡം. എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിട്ടേ പറയാം.
നിനക്ക് എപ്പോഴും ഇങ്ങനെയാണല്ലോ. ഞാൻ എന്തെങ്കിലും പറയുമ്പോ അപ്പൊ എടുത്തിട്ട് വേറെ എന്തെങ്കിലും പറയാൻ നിൽക്കും. ഇല്ല എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഒരു ക്രിസ്മസ് പ്രോഗ്രാം ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ അസോസിയേഷനിലൊക്കെ ഉണ്ട്. നമ്മളല്ല, ഈ വീട്. ഞാൻ അത് തന്നെ മേഡം ഉദ്ദേശിച്ചത്. അപ്പോ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായി മാഡം, നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് ഇതിനോട് വലിയ താല്പര്യം ഇല്ല എന്നല്ലേ? ഞാൻ കുട്ടികളുടെ കാര്യം തന്നെയാ പറഞ്ഞത്, അല്ല നിങ്ങളെ പോലെ മുതുക്കികളുടെ കാര്യം അല്ല. മനസ്സിലായോ? ആ ഞങ്ങള് എന്താ എന്റെ വല്ലതും പറഞ്ഞോ? ഇല്ല മാഡം, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ എന്തൊക്കെ പറയുമ്പോ നീ എന്താ എപ്പോഴും നോക്കിയാൽ അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പോ നമ്മള് മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. ഏതിലാ നമ്മൾ മത്സരിക്കുന്നതെന്ന് അറിയോ? മനസ്സിലായി. നമ്മുടെ ഗ്രൂപ്പ് സോങ്. അതൊന്നും അല്ല എന്നാ. മനസ്സിലായില്ലേ? പുൽക്കൂട് ഉണ്ടാക്കുക, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക. എന്റെ പിടിച്ചില്ലേ? ഒരു കുഴപ്പമില്ല. സൂപ്പറാ, ബെസ്റ്റ് കോമ്പറ്റീഷൻ, അടിപൊളി, നമ്മൾ ജയിക്കും. എന്താ 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 നീ വീണ്ടും എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല, ഇത്രയും കലാപരിപാടികളേ ഉള്ളൂ, ഇനി വേറെന്തെങ്കിലും പ്രോഗ്രാം കൂടി ഇതിനകത്ത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ഉണ്ട്, പാട്ട്, ഡാൻസ് എല്ലാം ഉണ്ട്. ഇതിനെന്താ അതിനൊന്നും പേര് കൊടുക്കാഞ്ഞു മാഡം? അതിന് പേര് കൊടുക്കാത്തതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം അതിന്റെയൊക്കെ ജഡ്ജായിട്ടിരിക്കുന്നത് ഞാനും കൂടിയാ. എന്തേ ഓന്ന് നീട്ടി വിളിക്കുന്നത്? മാഡം ജഡ്ജാവിനെക്കാട്ടും വലിയൊരു സംഭവം നമുക്ക് ആണല്ലേ? എനിക്ക് നിങ്ങളോട് സ്നേഹം കൂടുതലായിട്ടേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഐറ്റംസിന് ഞാൻ മാർക്ക് കൂടുതൽ ഇട്ടാൽ പിന്നെ നാളെ അവിടെ എന്തെങ്കിലും ഒരു അതാണ് എനിക്ക് അത്രയും സ്നേഹമല്ലേ നിങ്ങളോട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നിങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പുൽക്കൂടിലും ക്രിസ്മസ് ട്രീയിലും മാത്രമാണ്. എന്നോട് പ്രത്യേകം നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് സുഷ്മ പറഞ്ഞു, പ്രത്യേകം വന്നേ പറ്റുള്ളൂ. ഞാൻ ഒഴിയാൻ ശ്രമിച്ചതാ, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താൻ. സന്തോഷമായില്ലേ എല്ലാവർക്കും? ഹാപ്പി ആയല്ലോ? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, പുൽക്കൂട് ഉണ്ടാക്കുന്നതിലും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. സമ്മാനം അടിക്കണം. ഫസ്റ്റ് നമുക്ക് തന്നെ നാണം കെടുത്തരുത് തന്നെ. എന്നാ നോക്കേട്ടോ. ഈ പുള്ളിക്കാരി പറഞ്ഞ പോലെ ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാനാ? അല്ല, ഇത് ഉണ്ടാക്കാനൊന്നും പ്രശ്നമൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ. പക്ഷെ ഇതൊക്കെ ഒരു മത്സരത്തിനായിട്ട് വെക്കാതൊക്കെ പറഞ്ഞ നല്ല ബോറാ. അവിടെ ഈ തള്ളക്ക് നേരത്തെ ഒന്ന് പറഞ്ഞൂടെ പേര് കൊടുക്കുന്നതിന് നമ്മളെടുത്ത് ഇത് പണി കാണിച്ചു. എടി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ പ്രസിഡന്റ് സുഷമ്മ ഇല്ലേ, അവരാ പിശാചിനെ കുപ്പിയിലാക്കി തോന്നുന്നു, അല്ലാണ്ട് അവർക്ക് ഈ വിവരമൊന്നും ഇല്ലടി. ഞാനും അത് തന്നെ ആലോചിച്ചു. ഇവര് പൊതുവെ ഇങ്ങനത്തെ സ്കീമൊന്നും പിടിക്കാത്തതാണല്ലോ. നീ ഇവിടെ ഇല്ലാത്തോണ്ടാണ് ഈ കഥകളൊന്നും അറിയാത്തത്. അവരുടെ കാര്യം ബഹുരസാണ്. അതെ, കുറച്ച് കഥകളുണ്ടെ പറ, എനിക്ക് ഉപകാരപ്പെടുമല്ലോ. ആഹാ, പത്രക്കാരി ഉണർന്നല്ലോ ഇവിടെ. എന്റെ ജോലിനെ പറയല്ലേ പെണ്ണെ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യം എന്താന്ന് പറ. എടി, ഈ സുഷമ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ ഈ അടുത്ത കാലത്താണ് പ്രസിഡന്റ് ആയത്. അതിന്റെ പുറകിൽ എന്തൊക്കെയോ ചരടുവലികൾ ഉണ്ടെന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചില്. നാണം ഉണ്ടോ നിനക്ക് ഈ ബാക്കിയുള്ളവരുടെ മറ്റേ മാറ്റേഴ്സിലൊക്കെ കയറി ഇടപെടാൻ? എനിക്കൊരു ആണവും ഇല്ല, വേറെ പണിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട്. എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് കൂടുതലാന്ന് കൂട്ടിക്കോ. അതല്ലെന്ന്, അവർക്കൊരു മോളുണ്ട്, ലോക സുന്ദരിയാണെന്നാണ് അവളുടെ വിചാരം, അവളുടെയും അവളുടെ അമ്മയുടെയും വിചാരം. മേക്കപ്പ് ഇട്ട ആരാണെങ്കിലും ഐശ്വര്യയൊക്കെ ആവും. ഒട്ടും സഹിക്കണില്ലല്ലേ? തീരെ അസൂയല്ലേ എന്റെ കൊച്ചിന്? എനിക്കൊന്നും അസൂയ, എനിക്ക് അങ്ങനെ നടക്കാനൊന്നും തീരെ താല്പര്യമൊന്നുമില്ല. ആ താല്പര്യമില്ലായ്മ നിന്റെ മുഖത്ത് അറിയുന്നുണ്ട്. എന്തായാലും അതൊക്കെ വിട്, നമുക്ക് ട്രീയും മറ്റേതൊക്കെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ. എടി, നമുക്ക് ഒരു ഉപ്പി വൈൻ എടുത്തല്ലേ ക്രിസ്മസ് ആയിട്ട്? അതായിട്ട് എന്തിനാ കുറക്കണേ? വൈനെങ്കി വൈൻ അതുകൂടെ അങ്ങ് എടുത്തേക്കാം. ചുമ്മാ മാഡ് പറഞ്ഞ സീൻ ഔട്ടാ. എടി, മാഡം എങ്ങനെ അറിയാനാണ്? അവരൊന്നത് ആ പ്രോഗ്രാമിന് ജഡ്ജായിട്ട് അവിടെ പോയി നിൽക്കുകയാണ്. അവരത് കഴിഞ്ഞ് മാർക്കൊക്കെ ഇട്ട് വരാൻ എന്തായാലും ലേറ്റ് ആവും. അതിനകത്ത് നമ്മൾ സാധനം അടിച്ച് തീർക്കണം. സെറ്റ്. എടി, ക്രിസ്മസ് ആടി. എന്നാ നോക്കാം. എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിക്കണം, എന്നാ മാത്രം കുപ്പി എടുത്താൽ മതി, ഇല്ലെങ്കിൽ എടുക്കണ്ട. എന്താണേലും ഓക്കെ, എനിക്ക് എന്തായാലും ജോലിക്ക് വേണം. എടി, ഇന്ന് പോണ്ടേ? എടി, ഇന്ന് ക്രിസ്മസ് ആണ്, ഇന്ന് കുറച്ചധികം ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ബമ്പറാണ്. ടിപ്പൊക്കെ കിട്ടുമല്ലേ? എല്ലാം കിട്ടും. അല്ലാണ്ട് എസ്കേപ്പ് ആവുന്നല്ലോ ഇല്ലല്ലേ? അയ്യേ, ഞാൻ ഇന്നവരെ ഒരു കാര്യത്തിന് എസ്കേപ്പ് ആയിട്ടുണ്ടോ? ഇല്ല, അവൾ അങ്ങനെ escape ആവത്തില്ല. മാഡം വരുന്നതിന് മുന്നേ വരണം കേട്ടോ. ഞാൻ ദേ പോയി താ വന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ വിളിച്ചോണ്ടിരിക്കുവേ. എടി സ്റ്റെഫി, നീ നേരത്തെ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ?
അവള് എങ്ങനെയാള്? ജാടക്കാരി എന്തെങ്കിലും ആണോ? സൗന്ദര്യം ഒരുപാടൊന്നും ഇല്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല പെണ്ണിന്. അതിനൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നതേ ക്രിസ്മസിന് അവളുടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കാണും. അതുകൊണ്ടാണ് ആ പുള്ളിക്കാരത്തി വന്നിട്ട് ഇവരെയും ഉരുട്ടിക്കൊണ്ട് പോയത് ഇപ്പം. പക്ഷെ നമുക്കും പോയി കാണാറുന്ന പരിപാടി. പോവാ. എന്നൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാം കൂടെ പോയിട്ട് പരിപാടിക്ക് ഒന്ന് ആസ്വദിക്കും. ഞാൻ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യട്ടെ. പരിപാടി കാണാം. അങ്ങനെ അല്ലേടി ഉദ്ദേശിച്ചത്. എടി ഒരു ഓളത്തിന് പറഞ്ഞാണ് നമുക്ക് എല്ലാവരോടും ഒരുമിച്ച് പോവാന്ന്. സീരിയസ് ആയിട്ട് എടുക്കാതെ 3ന്റെ തലയ്ക്കോളമാണ്. ഇപ്പൊ അങ്ങനെയായി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നമുക്ക് ക്രിസ്മസ് ആയിട്ട് പടക്കം പൊട്ടിച്ചാലോ? പടക്കം വാങ്ങിക്കാം. കൊള്ളാം. നിനക്ക് എന്തൊക്കെ വേണ്ട ഒക്കെ വാങ്ങിക്കാം, നമുക്ക് പൊളിക്കാം. അങ്ങനെ മകൾ കാള വണ്ടി കുടി കുടി നീ കുടിച്ചോ. അപ്പയാ നീ അതും കുടിച്ചോണ്ടിരിക്കാൻ പോവാണോ? നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ക്രിസ്മസ് അല്ലേ, നമുക്ക് നൈസായിട്ട് എവിടെയെങ്കിലും പോയി അടിച്ചു പിടിച്ചാലോ? എവിടെ പോ? വർക്കല എവിടാ? അറക്കലൊക്കെ തൊട്ടടുത്ത് കിടക്കണ സ്ഥലമല്ല, അത് എപ്പോഴായാലും നമുക്ക് പോവാം. പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പോട്ടെ പോട്ടെ, നമുക്കേ മണാലി എവിടെയെങ്കിലും പോയാലോ? എനിക്ക് മഞ്ഞിൽ കളിക്കാൻ ഭയങ്കര ആഗ്രഹം. മഞ്ഞ എനിക്ക് നല്ല ആഗ്രഹമുള്ള സ്ഥലമാണ്. നല്ല തണുപ്പായിരിക്കും, നല്ല തണുപ്പായിരിക്കും, കൂളായിരിക്കും, കൂളായിട്ടിരിക്കും. നമുക്ക് കണ്ടിരിക്കും. പോകാം, എന്തായാലും പോവാം. അപ്പൊ നീ പ്ലാൻ ചെയ്യോ? 2 പേർക്ക് ആകുമ്പോഴത്തേക്ക് ട്രെയിൻ ടിക്കറ്റ് എല്ലാം കൂടെ ഒരു 5000 രൂപയ്ക്ക് തീരും. നമുക്കൊരു ടെമ്പോ ട്രാവലർ എടുത്ത് ഡൽഹി വരെ. അതെങ്ങനെയാ? ഞാന്, അമ്മാവൻ, സ്റ്റെഫി, ടീന, ബാക്കിയുള്ളവരെ വേണമെങ്കിൽ കൊണ്ടുപോകാം. മാഡത്തിനെയും കൂടി വിളിക്കാം. അപ്പൊ എല്ലാവർക്കും കൂടി പോടാ, അതാകുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും. ഇല്ലേ? അപ്പൊ അത് ഫിക്സേ. 2 പേരും കൂടെ പോണ സ്ഥലത്ത് എവിടെയെങ്കിലും പോയാൽ മതി. കഷ്ടമുണ്ടോ? പിന്നെ അങ്ങോട്ട് പറ്റൂല. അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോവാം. അതിന് മുന്നേ പോകാൻ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, വർക്കല സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. നമ്മളൊരു വൈൻ അടിക്കുന്നു, വൈൻ എടുക്കുന്നു, വർക്കല റൂം എടുക്കുന്നു. എവിടെ പോണു? എന്ത് കാര്യം? ഞാനേ മറന്നു. വേഗം കഴിക്കും. എന്ത് കാര്യം പറഞ്ഞു? മാഡമേ ഓരോ സംഭവങ്ങൾ ഒപ്പിച്ച് വന്നിട്ടുണ്ട്. എന്തൊരു സംഭവം? അസോസിയേഷന്റെ മത്സരം, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ക്രിബ്, പിന്നെ നീ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ വൈനും കൂടി ഞങ്ങൾ ഒപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ വരാം. ചെയ്യാവില്ല. നിന്റെ ആവശ്യമില്ല അവിടെ. ഒന്നാമത്തെ പിന്നെ മാഡം അവിടെ ഇല്ല. എന്നാലും വെറുതെ വിഷയമാക്കണ്ട. മാഡം അവിടെ ഇല്ല, അപ്പൊ ഒരു കുഴപ്പമില്ല. ഞാൻ വരുന്നു. ക്രിസ്മസ് ക്രിബ് ഉൾക്കൂടാ, അത് മതി. ശരി. സത്യം പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോഗ്രാമിന്റെ റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ക്രിസ്മസ് പരിപാടിയാ. ഞങ്ങള് വിചാരിച്ചു ഇവര് ഇതൊക്കെ പറഞ്ഞ ഡാൻസാ പാട്ടാ, നമ്മള് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് അടിച്ചു പൊളിക്കാൻ. ഇവിടെ എല്ലാം ഉണ്ടോ? പക്ഷെ ഇവര് ജഡ്ജ്മെന്റിന് പോണത് ഡാൻസിനും പാട്ടിനും. അപ്പൊ പ്രസിഡന്റ് എന്തോ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ പറ്റുന്ന പറഞ്ഞപ്പോ അവർ ഇത് രണ്ടും പിടിച്ചോണ്ട്. ഏത് പ്രസിഡന്റ്? മറ്റേ സുഷമ, വളവിരി വീടുള്ളത്, ഫ്രണ്ട് 2 മറ്റേ പ്ലാവ്, ഇത് മാവ് ഉള്ളത്, ഒറ്റമോളുള്ള സ്ത്രീ. എങ്ങനെ ഇരിക്കണ്? ഒറ്റമോളുണ്ട്. ഇതൊക്കെ ഈ ഡീറ്റെയിൽസ് ഒക്കെ നിനക്ക് എങ്ങനെ അറിയാം? നീ താമസിക്കുന്ന സ്ഥലം, എന്റെ ചുറ്റുപാടുമുള്ള മൊത്തത്തിലുള്ള ഒരു സെക്യൂരിറ്റി സർവൈലൻസ് ക്യാമറ ആയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചോണ്ടിരിക്കണം. മൊത്തം അറിഞ്ഞിരിക്കണം നീ ഇരിക്കുന്ന സ്ഥലം. അല്ലാണ്ട് പെമ്പിള്ളേരെ വായി നോക്കാനല്ല. ഞാൻ പെമ്പിള്ളേരെ വായി നോക്കുന്നത് നീ ഉള്ളപ്പം. എടാ, നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിനക്ക് ഇന്ന് അവിടെ വരാനും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇത്രയും ആഗ്രഹം. പിന്നെ ഞാൻ പെമ്പിള്ളേരെ കാണാതെ ഞാൻ വരുന്നത് നിന്റെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം, അവിടെ വന്ന് ആഘോഷിക്കും. പണിയായിപ്പോയി. അയ്യോ ഞാനും അതെ ക്ഷീണിച്ചു പോയി. അയ്യോ വെള്ളം കുടിക്കും. അല്ല അവരെവിടെയാ? അവരപ്പുറത്തുണ്ട്.
കളന്നു ചെയ്യാ നിന്നിട്ടല്ലേ ഓരോന്ന് ചെയ്യുന്നേ. അതെ, വല്ലപ്പോഴും ഒക്കെ ജോലി ചെയ്യുമ്പോ ഇങ്ങനെ തന്നെ. എന്ന് വന്നും ചെയ്താൽ കുഴപ്പമില്ല. വെള്ളം എടുത്ത് എടുത്തോ അമ്മാവാ. അതെ മക്കളെ, സത്യം പറയാല, ഇപ്പോഴാണ് ആ ക്രിസ്മസിന്റെ ഒരു മൂഡ് വന്നത്. അങ്ങനെ ശോകമായിരുന്നു. ഇപ്പൊ അടിപൊളി, സൂപ്പർ. അതുമല്ല ജനിമോളെ, ഈ ഡ്രസ് സൂപ്പറായിട്ട് ചേരുന്നുണ്ട്. എടി, ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് തോരണങ്ങൾ. പക്ഷെ ഉണ്ടല്ലോ അമ്മവാ, അമ്മാവൻ ഈ സാധനം ഇട്ട് വന്നാല് അതിന്റെ ഒരു തനിമ വരും. അമ്മാവൻ തന്നെ. അതെ, അമ്മാവൻ തന്നെ. ഡൗട്ട് ഉണ്ടോ? ഇല്ല 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 ഇല്ല. മക്കളെ, അത് നന്നായിട്ട് ചേർന്നുണ്ടാവും. അമ്മാവൻ ഇടണം. അങ്ങനെ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ നിർബന്ധിച്ച അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. അങ്ങനെയല്ല, നിർബന്ധിച്ച ആവാന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, നിർബന്ധിച്ചിരിക്കുന്നു. എന്നാ ശരി, ഞാനാവാം. പക്ഷെ ഇപ്പോഴേ ഈ ഡ്രസ് ഒന്നും ഇട്ടോണ്ട് നിക്കണ്ടല്ല. വേണ്ട, ഇനി ഒരുപാട് സമയമുണ്ട്. എന്നാലേ ഞാൻ പോയി ആ ഡാൻസ് കണ്ടിട്ട് വരാം. ഏത് ഡാൻസ്? നമ്മളെ നിമിഷ മോളെ, ഏത് നിമിഷം? നമ്മളെ ഇവിടുത്തെ അസോസിയേഷന്റെ പ്രസിഡന്റ് ഇല്ലേ, അങ്ങനെ മോള് നിമിഷ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഈ സാധനത്തിനെ കാണാൻ വേണ്ടി തൊട്ടപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? അതെങ്കിലും ഒരു 5-6 വീട്ടിൽ കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള ആളെ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ? അല്ല അമ്മവാ, ഇത്രയും വലിയ സംഭവമാണ്. അമ്മാവൻ പുകഴ്ത്തുന്നു, പിന്നെ മാഡം പുകഴ്ത്തുന്നു. എന്ത് മുതലാ അതൊന്ന് കാണണല്ലോ. എടി, അവള് വേണമെങ്കിൽ നമ്മളെ ഇവിടെ വന്ന് കാണട്ടെ. അതല്ലേ അതിന്റെ ഒരു മാസ് അല്ലേ? അത് ശരി, അത് ശരിയാണ്. അതല്ലേ നല്ല PR വർക്ക് നടക്കുന്നുണ്ട്. PR വർക്ക് നടക്കണമെങ്കിൽ അമ്മാവൻ വന്നോട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിലൊക്കെ ആള് ഭയങ്കര സംഭവമാണല്ലോ. മക്കളെ, എന്റെ അടുത്ത് PR അല്ല പറഞ്ഞേ, ആ കൊച്ചിന്റെ അമ്മയാണ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞത്. ഓ, അമ്മയുണ്ടോ കമ്പനിക്ക്? അമ്മയും കമ്പനിയാണോ? പിന്നെ അമ്മ അല്ലേ എല്ലായിടത്തും പറയും. സ്വന്തം മക്കളെ കാര്യത്തിൽ എല്ലാവരുടെ അടുത്ത് പറയണവൻ അമ്മയെ അച്ഛനല്ലേ. ഞാൻ കാര്യം ചെയ്തിട്ട് പോയിട്ട് വരാം. അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾ സെറ്റ് ആക്ക്. ഓക്കെ ഓക്കെ, എന്നാ പോയിട്ടോ മക്കളെ. സൂപ്പർ. എടി, ഇത് കാണുമ്പോഴേ ഈ യേശുനാഥന്റെ തലയിൽ മുൾക്കിരീടെ ഇരിക്കൂലേ. ഡാൻസ് കാണാൻ പോവല്ലേ? വാ, നമ്മളെ നമ്മുടെ മൂടുകളെ നമുക്ക് തുടങ്ങാം. എന്നാ നീ തുടങ്ങ്. ഗബ്രിയേലിന്റെ പാപ്പഞ്ഞി കൊടുക്ക. കൊള്ളാലോ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അല്ല, അമ്മാവനോട്? അമ്മാവൻ ആ പെൺകൊച്ചിന്റെ ഡാൻസ് കാണാൻ പോയി. ആണോ? നിങ്ങളെ കഴിഞ്ഞ എങ്ങനെയാണോ ഒരുക്കണത് ഞാൻ കാണിച്ചു തരാം. മാറക പുൽക്കൂട് ഒരുക്കാൻ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാറക്കേ ഇല്ല, അയച്ചോടെ അല്ലേ ബാക്കിയെല്ലാം സെറ്റ് ആക്കിയാ. മഞ്ഞു വഹിച്ചോ. ഇതൊക്കെ ഒരു കലയാണ്. എന്റെ അപ്പോ. നീ എപ്പോ വന്ന്? മെറി ക്രിസ്മസ്. അതിരിക്കട്ടെ, നീ എപ്പോഴാ വന്നത്? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. എടേ, അവരിപ്പോ ഇങ്ങോട്ട് വരും. പുൽക്കൂട് ഒരുക്കാൻ വന്നാണ്. എനിക്കൊന്നുമില്ല, നിന്നെ ഓടിക്കേ ഉള്ളൂ. പിന്നെ അവരെ ഓടിക്കും. എന്റെ പൊന്നു മക്കളെ, ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞാൻ ഇങ്ങോട്ട് വരണ വഴിയിൽ എല്ലാ വീട്ടിലെ പുൽക്കൂടും നോക്കി. പക്ഷെ ഇത്ര ഗംഭീരമായിട്ട് ഒരു പുൽക്കൂടും ഇല്ല. ഇത് നമുക്ക് തന്നെ ഇപ്രാവശ്യം പ്രൈസ്. അടിപൊളി, അടിപൊളി. ഞങ്ങളെല്ലാരും കൂടെ അടിപൊളി മക്കളെ, എന്തായിരുന്നാലും നന്നായി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. അടിപൊളി. പിന്നെ എന്റെ മക്കളെ, ആ നിമിഷ കൊച്ചിന്റെ ഡാൻസ് ഒന്ന് കാണാണ്ടത് തന്നെ. എന്റെ അപ്പു, എന്തൊരു ഡാൻസ്. അമ്മാവൻ പോയി ഡ്രസ് മാറിയിട്ട് വാ. മാർക്കിൽ നാളെ വരാറി.
പറയുമ്പോൾ അത് ഞാൻ മറന്നുപോയി. എന്റെ ഒരു കാര്യം ഇതാണ്. എന്തെങ്കിലും പറഞ്ഞ അതിൽ തന്നെ പെട്ടെന്ന് പോട്ടെ വാ. അന്യായ ബിൽഡപ്പാണല്ലോ. അപ്പൊ ഈ മുതൽ നമുക്കൊന്ന് കാണണല്ലോ. കാണണ്ടി വരും. നീ എന്തിനാ എന്നെ നോക്കി പറയണത്? നോക്കി പറയണ്ടവരല്ലേ നോക്കി പറയാൻ പറ്റും. മുക്ക് മൂല അറിയാലോ. പൂത്തിരികൾ കത്തിപ്പിടിക്കുമ്പോൾ അല്ല ഇവനെന്താ ഇവിടെ? മാഡം പുൽക്കൂടൊന്ന് ഡെക്കറേറ്റ് ഹെൽപ്പ് ചെയ്യാൻ വന്ന. ആണോ? പണി കഴിഞ്ഞല്ലോ. കുറച്ച് പണി കൂടെ ബാക്കിയുണ്ടാ. ആ മതി, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. മക്കള് പൊക്കോ, ഇറങ്ങ. മെറി ക്രിസ്മസ്. ചെല്ല് ചെല്ല്. ഏയ്, ക്രിസ്മസ് ആയിപ്പോയി, അല്ലെങ്കിൽ രണ്ട് കിട്ടിയാനെ. നിങ്ങള് കാര്യം അറിഞ്ഞായിരുന്നോ? ഇല്ല മാഡം, എന്ത് കാര്യം? ഒന്നും അറിഞ്ഞില്ലേ? എന്ത് പറ്റി മാഡം? ആ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു മാഡം. സൂപ്പർ ആയില്ലേ? പരിപാടി ഒന്നും നടന്നില്ല. അയ്യോ, ആ നിമിഷയുടെ പരിപാടി മാത്രമേ നടന്നുള്ളൂ. അതെന്ത് പറ്റി മാഡം? ആ നിമിഷയുടെ ഡാൻസ് കഴിഞ്ഞ ഉടനെ അവൾ ആരുടെ കൂടെ ഒളിച്ചോടി. എന്താ ചിരിക്കണേ? ഒന്നുമില്ല അല്ലേ? ശരി, എന്നാ പിന്നെ നിങ്ങൾ ചിരിക്കേ. എനിക്ക് ഭയങ്കര ക്ഷീണം, കിടക്കട്ടെ. ഓക്കെ. മാഡത്തിനോടൊരു നന്ദിയുണ്ട്. എന്തിന്? മാഡം ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സെലിബ്രേഷൻ ഒക്കെ നടത്താൻ പറ്റിയത്. ശരി, അടിച്ചു പൊളിക്ക്. അതെ അതെ അതെ. അപ്പൊ എങ്ങനെ ഈ സന്തോഷം നമുക്കൊന്ന് ഞാൻ റെഡി.